ഹലോ മൈ ഡിയർ ലവ്സ്, എല്ലാവർക്കും 333 എംപ്രസ് ഓഫ് ടാരോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനാണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. ഏതൊരാൾക്കും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക. ഓക്കെ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ എൻറ്റിറ്റിയെ ഒരു നിമിഷം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. എന്താണ് നിങ്ങളുടെ ലൈഫിലെ കറണ്ട് സിറ്റുവേഷൻ? എന്താണ്? Two of Cups, Ten of Swords, Eight of Cups, Ace of Cups, Eight of Swords, Strength, Devil, Hermit. Five of Wands ആണ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു കോൺഫ്ലിക്റ്റിംഗ് സ്റ്റേജിലൂടെ ഒരു മാനസികമായിട്ടൊക്കെ ഒരുപാട് പേർക്കും വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു കാർഡാണ് ഇവിടെ ആദ്യം തന്നെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് നിങ്ങളിൽ കുറേ അധികം ആൾക്കാർ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലെ ഒരു പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാകുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു പാർട്ട്ണർ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. വളരെ ഡീപ്പായിട്ട് നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പേര് സിംഗിളായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു വ്യക്തി നിങ്ങൾക്കൊരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇത് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ തകർച്ച അനുഭവിക്കുന്ന ഒരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പക്ഷേ ഇതൊരു മാരേജ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുപോലെ തന്നെ കരിയറിൽ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ കരിയറിൽ ഒരു ഓഫർ ലെറ്റർ, വളരെ ഇഷ്ടപ്പെട്ട ഒരു ജോലി, അപ്പം അതും ഒരു കൈൻഡ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണെന്ന് പറയാം. നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് വളരെയധികം ആഗ്രഹിച്ച് ചെയ്തിരുന്ന ഒരു ജോലി, അതിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഇറങ്ങേണ്ടതായിട്ട് വരിക. അതല്ലെങ്കിൽ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി നിങ്ങൾക്ക് കിട്ടാതെ, നിങ്ങൾ കിട്ടും എന്ന് ആ ഒരു പടിവാതിൽക്കൽ വന്നിട്ട് അത് കിട്ടാത്ത ഒരവസ്ഥ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു രീതി, ഒരു പാർട്ട്ണർഷിപ്പിൻ്റെയാണ് ഓവറോൾ എനർജി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ഇതൊരു ബന്ധം, ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ, നിങ്ങളുടെ ഈ ഒരു മാരേജ് അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു സിംഗിൾ ആയിട്ട് പോകേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ളൊരു സോളിറ്റ്യൂഡ് ജേർണിയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഇത് ഏകാന്തത മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഏകാന്തതയുണ്ട്, പക്ഷേ അതിനേക്കാൾ ഉപരി ഇവിടെ വളരെ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. അത് ഈ ഒരു പാർട്ട്ണർഷിപ്പിലെ ഒരു പ്രശ്നം കാരണമാണ് നിങ്ങൾ സമ്മർദ്ദത്തിലൂടെ പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി പാർട്ട്ണർഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ഒരു പ്രണയ തകർച്ചയിലൂടെ പോകുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിലെ ഒരു ലോ ഫേസിലൂടെ ഇപ്പോൾ പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു തകർച്ചയായിട്ട്, പൂർണ്ണമായിട്ടുള്ള ഒരു തകർച്ചയായിട്ട് പറയാൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും നിങ്ങളിൽ പലരും ഇവിടെ ഒരു ഫെഡപ്പായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ, അതായത് തകർന്നു പോയ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാത്ത ഒരു ഘട്ടത്തിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോകുന്നുണ്ട്. വിചാരിക്കാത്ത ഒരു ഘട്ടം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ വരികയും വളരെ ഒരു ബ്ലോക്കിംഗ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നും മുന്നോട്ട് എന്താണ് ഇനി ഇതിനകത്ത്
ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ, ഇതൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഓഫർ ജോബിൻ്റെ കാര്യവും വരും. നിങ്ങൾ വളരെ ആഗ്രഹിച്ച ഒരു ജോലി, അതല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾ ഇനി അങ്ങോട്ട് എന്താണ് എന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലൊക്കെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ ഏറ്റവും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് എവിടെന്നെങ്കിലും കിട്ടണമെന്ന് നിങ്ങൾ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളെ അതുകൊണ്ട് തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻഗേജ്ഡ് ആവണം, മാരേജ് വേണം എന്നൊക്കെയുള്ളൊരു തോട്ട് ഒക്കെ നിങ്ങളിലേക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് പറ്റിയ ഒരാൾ വരുമോ എന്നൊക്കെയുള്ള സംശയത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു സംശയത്തിലും ആകുലതയിലും ഇരിക്കുന്ന വ്യക്തികളെ കാണാം. അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വിചാരിക്കാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഘട്ടം നിങ്ങളുടെ ലൈഫിൽ എത്തിച്ചേർന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു പോയതായിട്ട് ഇവിടെ ഒരു ഡബിൾ എനർജി കാണാം. ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ ബാധിച്ചതായിട്ട് കാണാം. ഒരു പക്ഷേ ഒരു ദൃഷ്ടി അല്ലെങ്കിൽ ഒരു കണ്ണേറെന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ആരും കൊതിക്കുന്ന ഒരു അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഫുള്ളി സപ്പോർട്ടീവായിട്ടുള്ള ലവിങ് ആയിട്ടുള്ള ഒരു എനർജി ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് എനർജി, ഒരു ദൃഷ്ടിയുടെ ഒരു ദോഷം വന്നിട്ടുള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊരു എല്ലാം തകിടം മറിഞ്ഞ ഒരു അവസ്ഥയിൽ നിങ്ങൾ വളരെ ഹേർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബ്ലോക്കേജസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിലൂടെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആരോ നിങ്ങളെ ബന്ധിച്ചതായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അത് നിങ്ങളുടെ ചിന്തയിലൂടെയാണ് അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തോ ഇനി മുന്നോട്ടൊരു പോക്ക് എങ്ങനെയാണ് എന്നുള്ള ഒരു ഫീലിംഗ്, ഒരു സ്റ്റക്ക് എനർജിയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു താങ്ങും തണലും നിങ്ങൾക്കില്ലാതെ നിങ്ങൾ വീണു പോകുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിന്നൊക്കെ അതൊക്കെ നിങ്ങൾക്ക് എതിരാകുന്ന ഒരവസ്ഥയാണ്. അപ്പം നിങ്ങൾ വളരെയധികം ഡീപ്പായിട്ട് റിലേഷൻഷിപ്പിൽ ഒരുപാട് ഡീപ്പായിട്ട് നിന്നിരുന്ന വ്യക്തികൾ ഓക്കെ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ, ഒരു ബിസിനസ്സിൽ, എന്തോ ഒരു കാര്യം, നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ഒരു ജോലി, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോകുന്ന ഒരവസ്ഥ. അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് എതിരായി പോകുന്നു, നിങ്ങൾക്കെതിരെ തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ, നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയായിട്ടൊക്കെ വരുന്നൊരു സമയം. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്കിപ്പം ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് സ്നേഹിച്ചിരുന്ന വ്യക്തികളൊക്കെ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ വളരെ റിലയബിൾ ആയിരുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഒരുപാട് അവരോട് സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് അത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ കിട്ടാതിരിക്കുക, അതല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ അവർ മാറിപ്പോവുക, അങ്ങനെയൊക്കെയുള്ളൊരു സോളിറ്റ്യൂഡ്, ഒരു ഏകാന്തത നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ടുള്ള കാരണം തീർച്ചയായിട്ടും ഒരു ഡബിൾ എനർജി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ബിസിനസ്, നിങ്ങൾ വളരെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ ഒരു ജോലി, നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തിരുന്ന ഒരു ജോലി. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതിലേക്കൊരു നെഗറ്റീവ് എനർജി, നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചതിൽ അസൂയപ്പെട്ട ആൾക്കാരിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ദൃഷ്ടി നിങ്ങളിലേക്ക് പതിഞ്ഞതാണ് ഈ ഒരു ഘട്ടത്തിലൂടെ നിങ്ങളിപ്പോൾ പോകുന്നതിൻ്റെ മുഖ്യമായ കാരണമെന്ന് ഇവിടെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു ഡാർക്ക് ഫേസിലൂടെ, ഈ ഒരു ഡബിൾ എനർജി എന്ന പോലെ ആ ഒരു ഡാർക്ക് ഫേസിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട പോലെ ഒരു ബന്ധമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ജോലി ആയിരിക്കാം. അപ്പോൾ ഇതിനെയൊക്കെ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു തളർച്ച,
ഒരു കുറച്ച് കാലത്തേക്കെങ്കിലും അതിലൊരു തളർച്ച വരണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി നോക്കിക്കാണുന്ന ചില വ്യക്തികളാണ് നിങ്ങളുടെ ലൈഫിൽ തന്നെയുള്ള, നിങ്ങളുടെ സറൗണ്ടിങ്സിൽ തന്നെയുള്ള, നിങ്ങളുടെ ചുറ്റുപാട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെയുള്ള ആ ഒരു പേഴ്സൺസിൻ്റെ എനർജി നിങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരാനായിട്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇവിടെ ശനിയുടെ അപഹാരം കാണുന്നുണ്ട്. ശനിയുടെ ഒരു സമയമാണ്. അപ്പം ശനി ഗ്രഹത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാർഡ്ഷിപ്പിലൂടെയും വിഷമത്തിലൂടെയൊക്കെ കടത്തിവിടുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ശനി ഗ്രഹത്തിൻ്റെ ഒരു ദോഷമായിട്ടും ഇവിടെ കാണുന്നുണ്ട്. കൂടുതലും കൺദൃഷ്ടിയാണ്, അതുപോലെ തന്നെ ശനി ഗ്രഹത്തിൻ്റെ ദോഷം ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും നിങ്ങൾക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലുണ്ട്. പക്ഷേ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അതൊക്കെ ധൈര്യത്തോടെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാനോ ഉള്ളൊരു കപ്പാസിറ്റി ഒക്കെ നിങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു സംശയത്തിലൊക്കെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതോർത്തൊക്കെ ടെൻഷൻ അടിക്കുന്ന ഒരവസ്ഥയിലൂടെയൊക്കെയാണ്. ഫാമിലിയിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നടക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങളിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ടോ? അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. എൻ്റെ ഈ വിഷമങ്ങളൊക്കെ ഞാൻ ആരോട് പറയും, എനിക്ക് എവിടെ നിന്നൊരു ആശ്വാസം ലഭിക്കും എന്നൊക്കെ ഓർത്ത് ഉള്ള ഒരു സിറ്റുവേഷനാണ്. അതായത് വിശ്വസിച്ച് ആരോട് ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ ഇറക്കി വെക്കും, ആരിൽ നിന്നാണ് എനിക്കൊരു സമാധാനം കിട്ടുക? അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയൊക്കെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ മാറാം, അങ്ങനെ എങ്ങനെ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്തിച്ചേരാം, അല്ലെങ്കിൽ എങ്ങനെ ഈ സമ്മർദ്ദങ്ങളെയൊക്കെ എനിക്ക് ഓവർകം ചെയ്യാം എന്നൊക്കെ ചില സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ബിക്കോസ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ചില സമയത്തൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് എനിക്കിത് ഓവർകം ചെയ്യണം എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീസ് ഓഫ് മൈൻഡിലേക്ക് എങ്ങനെ, ഒരു സമാധാന അവസ്ഥയിലേക്ക് എങ്ങനെ എത്താമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ആഗ്രഹം നിങ്ങളിലിപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങളിൽ ഇപ്പോൾ പലരും സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട്, നിങ്ങളിൽ പലരും സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം കൂടുതലായിട്ടും സ്പിരിച്വലായിട്ട് കണക്റ്റഡ് ആകാനായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ സംസാരിക്കാനും അവരോട് സമയം ചെലവഴിക്കാനും അല്ലെങ്കിൽ അവരിൽ നിന്നൊരു ആശ്വാസവാക്കൊക്കെ തേടിപ്പോകുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ പെറ്റ്സിനെയൊക്കെ വളർത്തുക, പക്ഷി മൃഗാദികളെയൊക്കെ വളർത്തുക, അതുപോലെ ഗാർഡനിങ് ചെയ്യുക, ഇൻറ്റീരിയർ ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തുക, ഇൻറ്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ വീടിനകമൊക്കെ നന്നായിട്ട് ഒരുക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊക്കെ സ്വയം മാറ്റം വരുത്തണം എന്ന് ചിന്തിച്ച് സ്വയം അറിഞ്ഞുകൊണ്ട്, അതായത് കോൺഷ്യസ്ലി തന്നെ നിങ്ങൾ ഡ്രസ്സിങ്ങിലൊക്കെ ഒരു ചേഞ്ച് വരുത്തുന്നു, അല്ലെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നു, അതൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിനെ ഒരുവിധം കൺട്രോളിലേക്ക് കൊണ്ടുപോകാനും നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ശ്രമിച്ചു തുടങ്ങുന്നുണ്ട്. ഒരു ബ്ലോക്ക്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അപ്പോൾ തന്നെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ട്, അതൊക്കെ കാണുന്നുണ്ടെങ്കിലും ആ ആകുലതകളൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങളും നിങ്ങളിൽ തന്നെ, അതിനുള്ള കപ്പാസിറ്റിയും അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവും നിങ്ങളിൽ തന്നെ ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം ആ ഒരു നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു പവർ നിങ്ങളിലുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിനൊരു ഡിവൈൻ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ദൈവികമായിട്ടുള്ളൊരു അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളത് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തി ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യും, അതിനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുള്ളതായിട്ട് തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇനി. അപ്പം റൈറ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ പോവുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ ബിസിനസ്, കരിയർ എന്തിലാണെങ്കിലും ഒരു റൈറ്റ് ഡിസിഷൻ, റൈറ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചൊക്കെ ആൾക്കാർ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾ അതൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് ചെയ്ത് വെക്കുന്നു. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ആ ഒരു ലോ ഫേസ് നടക്കുന്നത് എനിക്ക് പിന്നീട് ഒരു സമയം അത് അറിയാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എനിക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഏത് ലെവലിൽ നിന്നാണ് ഇത്രയും നല്ലൊരു ലെവലിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കാൻ എനിക്കിത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളെയും ഇവിടെ കാണാം. അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെയും ഇവിടെ കാണാം. അപ്പോൾ മോട്ടിവേഷൻ സ്പീച്ചസ് കേൾക്കുക, അതുപോലെ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആകാനായിട്ട് പല കാര്യങ്ങൾ ശ്രമിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ
പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പഠിക്കാനുള്ള സമയമാണ്. പുതിയ കാര്യങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാനായിട്ട് ആ ഒരു മൈൻഡ് ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഉള്ളൊരു സമയമാണിത്. അപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഹോബീസിലൊക്കെ എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴുള്ള ലൈഫ് സിറ്റുവേഷനിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം ലഭിക്കുന്നതാണ്. ഇപ്പോൾ സർവശക്തനായ ദൈവം നിങ്ങളുടെ ലൈഫിലെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വിഷമത്തിൽ നിന്ന്, സമ്മർദ്ദങ്ങളിൽ നിന്ന് നിങ്ങളിൽ ശക്തി പകർന്ന് നിങ്ങളെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വേർഷനാക്കി ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് കൈപിടിച്ചുയർത്തട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും സന്തോഷവും അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.